ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ചിന്ത ഗുഡ് ഫ്രൈഡേ ദിനത്തിലുള്ള ഒരു വേദഭാഗമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 5-ാം വാക്യം. അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിലെറിഞ്ഞ് ചെന്ന് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. ഇന്ന് ലോകമെമ്പാടും ക്രൈസ്തവർ കർത്താവിൻ്റെ ക്രൂശീകരണത്തെ ഓർക്കുന്ന ഗുഡ് ഫ്രൈഡേ ദിനമാണ്. യേശുവിൻ്റെ ക്രൂശീകരണം എന്ന ഭീകര സംഭവത്തിൻ്റെ അണിയറയിൽ ഒട്ടേറെ കഥാപാത്രങ്ങളുണ്ട്. ആലോചിച്ചവർ, തീർപ്പ് കൽപ്പിച്ചവർ, കൂടെ നിന്നവർ, ഓടിമാറിയവർ, നിർവഹിച്ചവർ, അങ്ങനെ ഒരുപാട് പേർ. ഇവരുടെ എല്ലാം മധ്യത്തിൽ യൂദാസിനെയാണ് കൊടും ഭീകരൻ എന്ന നിലയിൽ എല്ലാവരും വീക്ഷിക്കുന്നത്. യേശുവിനെ ഒറ്റിക്കെടുത്തതിലൂടെ യൂദാസ് വലിച്ചെറിഞ്ഞത് താൻ പങ്കുവച്ച സ്നേഹവും തന്നിൽ അർപ്പിക്കപ്പെട്ട വിശ്വാസവുമാണ്. യൂദാസ് ഉൾപ്പെടെയുള്ള ശിഷ്യരെ യേശു വിളിച്ചത് എന്നെ അനുഗമിപ്പീൻ എന്ന വാക്കുകളോടാണ്. തന്നെ അനുഗമിക്കാൻ ക്ഷണിക്കുന്ന ഒരാൾ തൻ്റെ ജീവിതം പങ്കുവയ്ക്കാനാണ് ക്ഷണിക്കുന്നത്. അവസാനത്തോളം തന്നെ അനുഗമിക്കാൻ നിയോഗിക്കപ്പെട്ടവൻ തൻ്റെ അവസാനം സൃഷ്ടിക്കുന്നവരിൽ പ്രധാനിയായി തീർന്നു. എല്ലാ പുറന്തള്ളലുകളും ഒരു വിധത്തിൽ ഒറ്റിക്കൊടുക്കലാണ്. അർപ്പിക്കപ്പെട്ട വിശ്വാസത്തിൻ്റെയും ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരുന്ന സ്നേഹത്തിൻ്റെയും പുറന്തള്ളലാണ് ഓരോ ഒറ്റിക്കൊടുക്കലിലും സംഭവിക്കുന്നത്. അതുകൊണ്ട് ക്രൂശീകരണത്തിൽ പത്രോസും യൂദാസിനേക്കാൾ ഒട്ടും അപ്രധാനമായ കഥാപാത്രമല്ല. ഒരുപക്ഷെ ഇരുവരുടെയും പ്രവൃത്തികളെ വിലയിരുത്തിയാൽ പത്രോസിനേക്കാൾ മാപ്പർഹിക്കുന്നത് യൂദാസാണെന്ന് തോന്നുന്നു. നീ എന്നെ തള്ളിപ്പറയുമെന്ന സൂചനയെ പുച്ഛിച്ചു തള്ളി യേശുവിനോടുകൂടെ മരണം പങ്കുവയ്ക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചവനാണ് പത്രോസ്. അങ്ങനെയുള്ള വീരവാദങ്ങളൊന്നും യൂദാസ് മുടക്കിയിട്ടില്ല. ഒരാൾ യേശുവിനെ അറിയാം എന്ന് പറഞ്ഞ ഒറ്റിക്കൊടുത്തു. മറ്റൊരാൾ അറിയില്ല എന്നും പറഞ്ഞു. ജീവിതത്തിൽ എവിടെയൊക്കെ യേശുവിനെ പുറന്തള്ളുന്നുവോ അവിടെയെല്ലാം നമ്മളും അവനെ ഒറ്റിക്കൊടുക്കുന്നവരാണ്. എന്നാൽ യൂദാസിന്റെ ഏറ്റവും വലിയ തെറ്റ് തുടർന്ന് അവൻ കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു എന്നതാണ്. ഈ ലോകത്തിൽ ഒരാളുടെ ജീവിതത്തിൽ ദൈവത്തിന് ഇടപെടാനുള്ള സാധ്യതയെ നിഷേധിക്കുന്നതാണ് ആത്മഹത്യ. അത് കേവലം ഒരു ശാരീരിക പ്രക്രിയയല്ല. പത്രോസ് തുല്യമായ അകൃത്യം ചെയ്ത വ്യക്തിയാണ്. എന്നാൽ അവൻ നഷ്ടപ്പെടാതെ ഇരുന്നത് അവന്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടലിനുള്ള സാധ്യത നഷ്ടപ്പെടുത്താതിരുന്നു എന്നതുകൊണ്ടാണ്. കോഴിയുടെ കൂകൽ ഉണർത്തിയ ഓർമ്മകളിൽ തകർന്ന പത്രോസിന്റെ കണ്ണുനീർ അത് തെളിച്ച പാതയിലൂടെ യേശു അവന്റെ ജീവിതത്തിലേക്ക് നടന്നു കയറി. അവിടെ അവന്റെ ജീവിതം പുനഃസ്ഥാപിക്കപ്പെട്ടു. യൂദാസ് സ്വയഹത്യയിലൂടെ ഇല്ലാതാക്കിയത് ഒരു മടങ്ങിവരവിനുള്ള സാധ്യതയായിരുന്നു. ബോധപൂർവം പുറത്തിറങ്ങി നിൽക്കുന്നവരല്ലാതെ ദൈവസ്നേഹത്തിന്റെ വലയത്തിന് പുറത്താരുമില്ല. അത് യൂദാസ് പോലുമില്ല. അവൻ അപ്രത്യക്ഷനായില്ലായിരുന്നുവെങ്കിൽ യേശു അവനെയും യഥാസ്ഥാനപ്പെടുത്തുമായിരുന്നു. ദൈവത്തിന് നമ്മെ ലഭ്യമല്ലാതാക്കി തീർക്കുന്നതാണ് ആത്മഹത്യയെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ ഏറെ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ചെറിയ അസൗകര്യങ്ങളുടെയും സ്വന്തം താല്പര്യങ്ങളുടെയും പേരിൽ നമ്മൾ ദൈവത്തിന് ലഭ്യരല്ലാതെ പോകരുത്. നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നങ്ങളാണ് അവിടെ തകർന്നു വീഴുന്നത്. ദൈവത്തിന്
യഥാസ്ഥാനപ്പെടുത്തി രൂപാന്തരപ്പെടുത്തുവാൻ ലഭിക്കാതെ പോകുന്ന യൂദാസുമാരുടെ ലോകം ഇന്ന് നമ്മുടെ കൺമുൻപിലുണ്ട്. യഥാസ്ഥാനപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ ഇടപെടലിനായി എല്ലാ ഒറ്റിക്കൊടുക്കലുകളിൽ നിന്നും ഒരു മടങ്ങിവരവ് നാം നിർവഹിക്കുന്ന കാലമാവട്ടെ ഈ ദിനം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ പിടിഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവെ, മനോഹരമായ ഒരു പുതിയ ദിനത്തിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ക്രൂശ് മരണവും കഷ്ടപ്പാടും ഞങ്ങൾക്ക് വേണ്ടി സഹിച്ച പാടുകളും ഞങ്ങൾ ഓർക്കുന്നു, അങ്ങയുടെ ക്രൂശിനെ ധ്യാനിക്കുന്നു. ഇന്നത്തെ പകൽക്കാലം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ. യേശു മശീഹ മൂലം പ്രാർത്ഥിക്കുന്നു. ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവ് യേശു മശീഹയുടെ കരുണയും കാവലും നമ്മോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.